Hi friends, welcome to our channel Cousins Hut. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മസാല കോവയ്ക്ക ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കോവയ്ക്കാണ്. അപ്പോൾ അതാണ് കോവയ്ക്കയുടെ പന്തൽ. അപ്പോൾ ഇത് ഒരു ദിവസമായിട്ട് പൊട്ടിച്ച കോവയ്ക്കൊന്നല്ല, 3-4 ദിവസമായിട്ട് നമ്മൾ പൊട്ടിച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ട് ഉണ്ട്. ഇപ്പോൾ പച്ചക്കറിയുടെ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുറേ ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികൾ നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നന്നായതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും കോവയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ഇതൊരു 3-4 ദിവസം ആയിട്ട് പൊട്ടിച്ച കോവയ്ക്കാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നീളത്തിലാണ് കട്ട് ചെയ്യണത്. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിനൊരു 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ കൂടുതലും റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കോവയ്ക്കും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ന്യൂ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ എല്ലാ കോവയ്ക്കും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ടൊരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ മല്ലി മുഴുവനോടെയും ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ തന്നെ ഒരു ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എരിവിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മുളകും കൂടി ഇടണം. ഇതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇത് പൊടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കോവക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെ വെള്ളമൊന്നും കളയണ്ടെന്ന് വെച്ചാൽ കോവക്ക വെന്ത വെള്ളമല്ലേ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം നല്ലോണം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കോവക്കയിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചമ്മന്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തേങ്ങയും ആ മസാലയൊക്കെ കൂടിയിട്ട് അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഈ കോവക്കയിലേക്കൊക്കെ ഈ മസാല പിടിക്കുന്ന പോലെ തന്നെ ഇളക്കി കൊടുക്കുക. കോവക്കയിലെ വെള്ളമൊക്കെ വറ്റി ആ തേങ്ങയും മസാലയൊക്കെ നല്ലോണം കോവക്കയിൽ പിടിക്കുന്ന വരെ തന്നെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നല്ലോണം ഡ്രൈ ആവുന്നതാണ് ഇതിൻ്റെ പാകം.
അപ്പോൾ ഇവിടെ കോവയ്ക്ക മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മസാല കോവക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.